Welcome to class 12 physics, chapter number 13 nuclear fission and fusion. Chapter 13 nuclear fission and fusion for CBSE, HSC and ISC students. And this is class number P68. Nuclear fission and fusion. And what is nuclear fission? The process splitting of a heavy nucleus into two or more lighter nuclei is called nuclear fission. The process splitting up of a heavy atomic nucleus such as uranium into simpler fragments, two or more light nuclei is called nuclear fission. അപ്പോൾ യുറേനിയം പോലെയുള്ള പൊളോണിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസിനെ നമ്മൾ സിമ്പിൾ ന്യൂക്ലിയായിട്ട് ഭാഗിക്കുക, ലൈറ്റർ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആ പ്രോസസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബിൻ്റെ പ്രിൻസിപ്പിളാണ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഹെവി അറ്റോമിക് ന്യൂക്ലിയൈ ഇൻ ടു സിംപ്ലർ ന്യൂക്ലിയൈ ബൈ ബൊംബാർഡിങ് ഇറ്റ് വിത്ത് എ സ്ലോ ന്യൂട്രോൺ ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. യുറേനിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസിനെ സ്ലോ ന്യൂട്രോൺ കൊണ്ട് ബൊംബാർഡ് ചെയ്തിട്ട് അതിനെ ലൈറ്റർ ഫ്രാഗ്മെൻ്റാക്കി മാറ്റും. ആ പ്രോസസ്സിൽ വളരെ കൂടി എനർജി ഉണ്ടാകും. അത്തരം ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് പ്രോസസ് സ്പ്ലിറ്റിംഗ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻ ടു ടു ഓർ മോർ ലൈറ്റർ ന്യൂക്ലിയൈ ഈസ് കോൾഡ് ന്യൂക്ലിയർ fission. And we can see an example for nuclear fission. When a slow moving neutron strikes with the uranium nucleus, usually 92 U235, it splits into barium 56 barium 141 and 36 Kr92 along with 3 neutrons, are a lot of energy. What is an example for nuclear fission? You see here, when a slow moving neutron strikes with the uranium nucleus 92 uranium 235, it splits into 50 Ba141 and 36 Kr92 along with the 3 neutrons, are a lot of energy. യുറേനിയം 235നെ നമ്മൾ സ്ലോ ന്യൂട്രോൺ കൊണ്ട് ബൊംബാർഡ് ചെയ്താൽ രണ്ട് ഫ്രാഗ്മെൻറ്റ്, രണ്ടോ കൂടുതലും ആകാം, പല റിയാക്ഷനുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൾ സ്പീഡ് ഓഫ് ന്യൂട്രോൺ. ഈ 56 Ba141 അതുപോലെ 36 Kr92 എന്ന് പറയുന്ന രണ്ട് ഫിഷൻ ഫ്രാഗ്മെൻ്റ് ഉണ്ടാകും. അതിൻ്റെ കൂടെ 3 ന്യൂട്രോൺസ് റിലീസ് ചെയ്യും. ലോട്ട് ഓഫ് എനർജി, ഏകദേശം 200 MeV എനർജി ഓരോ സിംഗിൾ സ്പ്ലിറ്റിങ്ങിലും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. 92 U235 പ്ലസ് 0N1 is neutron gives fission fragment 2 numbers, 56 Ba141 plus 36 Kr92 plus, you write as plus, not equal, plus 30N1, 3 neutrons, 0N1 is neutron, plus 3 neutron plus energy. There is no equal sign, plus sign, plus 30N1 plus energy, 0N1 is എനർജി. അപ്പോൾ യുറേനിയം 235നെ നമ്മൾ സ്ലോ ന്യൂട്രോൺ കൊണ്ട് ബൊംബാർഡ് ചെയ്യുമ്പോൾ ഒരു ബേറിയം ന്യൂക്ലിയസ്, ഒരു ക്രിപ്റ്റൻ ന്യൂക്ലിയസ്, അതിൻ്റെ കൂടെ 3 ന്യൂട്രോൺസ് അഡീഷണൽ ആയിട്ട് 2 എനർജി. ഇതൊരു ടിപ്പിക്കൽ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനാണ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിഷൻ റിയാക്ഷൻ. ഇനി ഫിഷൻ റിയാക്ഷൻ ചെയിൻ റിയാക്ഷൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഫിഷൻ റിയാക്ഷൻ ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. കാരണം ഒന്ന് തുടങ്ങിയാൽ തുടർന്നു പോകുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ തുടങ്ങി വെച്ചാൽ അത് തുടർന്നു പോകും. ഇഫ് ദി പാർട്ടിക്കിൾ, ദാറ്റ് ഇസ് ന്യൂട്രോൺ, സ്റ്റാർട്ടിംഗ് ദി ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ആൻഡ് ഫർദർ ടേക്ക് പാർട്ട് ഇൻ ദി ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ, then a chain of fission reaction started, which is called nuclear chain reaction. By neutrons released in a fission can be made to cause fission of other nucleus. ഓരോ റിയാക്ഷനിൽ ഉണ്ടാകുന്ന ന്യൂട്രോൺസ് തുടർന്നുള്ള ഈ ന്യൂക്ലിയസിനെ ബൊംബാർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ തുടർന്ന് പോകും. അത്തരം റിയാക്ഷനെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ന്യൂട്രോൺസ് റിലീസ്ഡ് ഇൻ എ ഫിഷൻ
reaction can be made to cause fission of other nuclei, and under suitable conditions, the reaction can be brought to a self-sustaining one. Such a reaction is called a chain reaction. ഒന്ന് റിയാക്ഷൻ തുടങ്ങിയാൽ അത് തുടർന്നു പോകും. ആ ഓരോ റിയാക്ഷനിലും ഉണ്ടാകുന്ന ന്യൂട്രോൺസ് ഉപയോഗിച്ച് റിയാക്ഷൻ തുടർന്നു പോകും. അങ്ങനെ ഒരു ചങ്ങലക്കണ്ണി പോലെ, ചെയിൻ പോലെ തുടർന്നു പോകുന്ന റിയാക്ഷനെ ചെയിൻ റിയാക്ഷൻ പറയും. ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റ് ഇൻ ദ ഡയഗ്രം ബിലോ. ഒരു ചെയിൻ റിയാക്ഷൻ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് ഇനി കാണുന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ചെയിൻ റിയാക്ഷൻ്റെ ഒരു സിംപിളസ്റ്റ് റെപ്രസെൻറ്റേഷൻ. എല്ലാ പാർട്ട് എനർജി മാത്രം കാണിച്ചിട്ടില്ല, ബാക്കിയെല്ലാം കാണിച്ചിട്ടുണ്ട്. ആ വലിയ ചുമല സർക്കിൾ കാണിക്കുന്നത് 92 യുറേനിയം 235 ആണ്. ഒരു സ്ലോ ന്യൂട്രോൺ വരുന്നതാണ് ചെറിയ ഒരു സ്പോട്ട് പോലെ, സർക്കിൾ പോലെ കാണിച്ചിരിക്കുന്നത്. അത് ബോംബാർഡ് ചെയ്യുമ്പോൾ ഒരു ബേറിയം ക്രിപ്റ്റോൺ മുകളിൽ നമ്മൾ ആ ചോപ്പിൽ അല്ല വയലറ്റിൽ ക്രിപ്റ്റോൺ, എല്ലാ വയലറ്റും ക്രിപ്റ്റോണാണ്. എല്ലാ ഗ്രീൻ, നടുക്കൊരു ഗ്രീൻ സ്പോട്ട് കാണുന്നത് എല്ലാം ബേറിയമാണ്. അപ്പോൾ ഇവിടെ ഒരു യുറേനിയത്തെ ആദ്യം ഒരു സ്ലോ ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ 2 ഫിഷൻ ഫ്രാഗ്മെൻറ്റ്, അതിന് കൂടെ 3 ന്യൂട്രോൺ, അത് വീണ്ടും 3 യുറേനിയം ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഓരോ കേസിലും ഫിഷൻ ഫ്രാഗ്മെൻറ്റ് ബേറിയം ക്രിപ്റ്റോൺ ഉണ്ടാകും. ഓരോ റിയാക്ഷനകത്തും എനർജിയും അതുപോലെ തന്നെ അഡീഷണൽ ന്യൂട്രോൺ, ഇപ്പോൾ മൊത്തം 3 ന്യൂട്രോൺ ഉണ്ടാകും. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. ഈ അവസാനം നമ്മൾ 9 ന്യൂട്രോൺസിന് കാണിച്ചിട്ടുണ്ട്. ആ 9 ന്യൂട്രോൺ അടുത്ത 9 യുറേനിയം ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യും. എന്നുള്ള റിയാക്ഷൻ ഇങ്ങനെ ഒരു ചെയിൻ പോലെ തുടർന്നു പോകും. അന്നേരമാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. So this is the diagrammatic representation of a nuclear fission chain reaction. A neutron is colliding with the uranium nucleus, which is marked as a red large circle. Then it splits into 2 barium and krypton. They are marked as violet circle and green circle. And 3 neutrons altogether are produced. They will further make a nuclear fission. The process continues. And this is the chain reaction. In each reaction, we see 2 fission fragments and total 3 neutrons. This can continue. അപ്പോൾ നമ്മൾ കണ്ടു ഒരു ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. പടം വരയ്ക്കാൻ ചോദിക്കാൻ പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പടം തന്നിട്ട് ഒരു ബ്ലാങ്ക് ഫിഗർ തന്നിട്ട് നമുക്ക് ഓരോന്നും മാർക്ക് ചെയ്യാം, ബേറിയം ക്രിപ്റ്റോണൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് പറയാം. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആർ ഓഫ് 2 types. 2 തരം ചെയിൻ റിയാക്ഷൻ ഉള്ളത്. നമ്പർ 1 കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ, നമ്പർ 2 അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. Controlled chain reaction is taking place in a nuclear reactor, and uncontrolled chain reaction, fission, is taking place in an atom bomb. You see, nuclear chain reaction can be classified into 2. Number 1, controlled chain reaction. Other is uncontrolled chain reaction. Controlled chain reaction is taking place in a nuclear reactor or a power reactor, and uncontrolled chain reaction is taking place in an atom bomb, weapon of destruction, nuclear weapon, an atom bomb. Now you see the nuclear reactor. Nuclear reactor is an arrangement to produce nuclear energy. And nuclear energy in the form of heat, and therefrom we produce electrical energy. The main parts of a nuclear reactor are the following. In a nuclear reactor, controlled chain reaction takes place. The splitting of fissile material that happens and energy is released. That is nuclear reactor. Nuclear energy is in the form of heat, and that can be converted into electric power. This is the diagrammatic representation of a nuclear reactor. You look here. In the first box, there are uranium 238, uranium 235 and 238 are taken in the ratio 1:140. That is inside the first box, and there are graphite rods are used as moderators. Graphite is used as moderators, or heavy water is used as moderator. Moderator is a substance which converts fast neutrons into slow neutrons. Slow neutrons are required for nuclear fission reaction.
At the top, there are cadmium arresters by pushing in control rods. At the top, by pushing in or pulling out the rods, we can control the reaction. Shielding. There's a shielding, that is, no radiation will come out of the reactor. When nuclear fission takes place, some harmful radiations are produced to shield, to protect the radiations from coming out. We use shielding. And here, high temperature coolant flows through the side tube, and it is passing through a heat exchanger. In a heat exchanger, water is circulated. Water is boiled, saturated steam is produced. It runs turbines. It turns steam turbines to produce electric power, and electric power is stored. Electric power is generated, and it is stored, or it is used, and the coolant is circulated, which is usually the water, cold water is circulated. The process happens. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം റിയാക്ടറാണ്. റിയാക്ടറിനകത്ത് യുറേനിയമാണ് ഒറിജിനൽ റിയാക്ടർ. ആദ്യമായിട്ട് റിയാക്ടർ ഉണ്ടാക്കിയത് 1942 ഫെർമിയാണ്, എൻറിക്കോ ഫെർമി, ചിക്കാഗോ USA നിർമ്മിക്കുന്നത്. ആ റിയാക്ടറിനകത്ത് യുറേനിയമാണ് ഫിസൈൽ മെറ്റീരിയലായിട്ട് എടുത്തത്. യുറേനിയം 92U235, 92U238 1:140, കാരണം ഈ 235 ആണ് ഫിസൈൽ മെറ്റീരിയൽ. അപ്പം അതൊരു വലിയൊരു ചേമ്പറിനകത്ത് എടുക്കും. ചേമ്പർ ഷീൽഡ് ചെയ്യും റേഡിയേഷൻ പുറത്തേക്ക് പോകാതിരിക്കാൻ. അത് ഗ്രാഫൈറ്റ് ബോക്സ് അതിന് സൈഡിൽ വെക്കും. കാരണം ഈ ഗ്രാഫൈറ്റ് മോഡറേറ്ററാണ്. അതിനകത്തുകൂടി ന്യൂട്രോൺസ് പോവുകയാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യും. കാഡ്മിയം അറസ്റ്റേഴ്സ്, ആ റോഡ്സ് മുകളിൽ കാണിച്ചിരിക്കുന്നതാണ്. ആ റോഡ്സ് പുറത്തോട്ട് വലിച്ചിട്ടും അകത്തോട്ട് തള്ളിയും നമുക്ക് റിയാക്ഷൻ കൺട്രോൾ ചെയ്യാം. പുറത്തോട്ട് വലിച്ചാൽ റിയാക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ടാകും. ഉടനെ ട്രമെൻഡസ് ഹീറ്റ് ഉണ്ടാകും. ആ ഹീറ്റ് നമ്മൾ വാട്ടർ പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മറ്റ് കൂളൻറ്റ്, മോൾട്ടൺ മെറ്റലൊക്കെ ഉപയോഗിച്ച് സർക്കുലേറ്റ് ചെയ്യും. ആ ഹീറ്റ് വന്നിട്ട് ഒരു ചേമ്പറിനകത്തുള്ള, ആ സൈഡിൽ ചേമ്പറിനകത്തുള്ള സ്റ്റീമിനെ ബോയിൽ ചെയ്യും. ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടാകും. ഹൈ പ്രഷർ സ്റ്റീം വന്നിട്ട് ഇവിടെ ഈ ഇലക്ട്രിക് ടർബൈൻ കറക്കും. ജനറേറ്റർ, സ്റ്റീം ടർബൈൻ കറക്കും. അങ്ങനെ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ ശേഖരിക്കും. ഇതാണ് റിയാക്ടർ. അപ്പോൾ റിയാക്ടറിൻ്റെ ചിത്രം വരച്ച് പഠിക്കണം. എല്ലാ പാർട്ടും, ഫസ്റ്റ് പാർട്ട് യുറേനിയത്തിൻ്റെ കണ്ടെയ്നർ, പിന്നെ കൂളൻറ്റ് സർക്കുലേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ, ലാസ്റ്റ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ സ്റ്റീം ടർബൈനിലാണ് ഈ സ്റ്റീം സർക്കുലേറ്റ് ചെയ്ത് ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എസെൻഷ്യൽ പാർട്സ് നമ്മൾ ചുരുക്കി 4 കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ പാർട്ട്, the first part is fuel. Fuel is fissionable material, which is 92U235, 92U238, 94, not 94, it is 92. There is no 94 here. 92 uranium 239 etc. are used as fuel. 92 എന്ന് പറഞ്ഞാൽ യുറേനിയമാണ്. 94 എഴുതാൻ പാടില്ല, അത് വേറെ എലമെൻ്റാണ്, അത് ഫിസൈലാണ്. ഇനി മോഡറേറ്റർ. എന്താണ് മോഡറേറ്റർ? ഞാൻ പറഞ്ഞു നേരത്തെ, മോഡറേറ്റർ ഇസ് എ സബ്സ്റ്റൻസ് which converts fast neutrons into slow neutrons, because slow neutrons are required for nuclear fission reaction. Moderator is a substance which converts fast neutrons into slow neutrons. That I will give separately. And here example is given. Moderator, heavy water, graphite and beryllium oxide are used to slower down fast moving neutrons. So the material, the substance such as graphite, heavy water, beryllium etc. are used as moderators. They have the ability to convert to fast neutrons into slow neutrons. Next 3 is coolant. The cold water, liquid oxygen etc. are used to remove heat generated in the fission process. അപ്പോൾ കൂളൻ്റ് നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. കൂളൻ്റ് വാട്ടർ തന്നെയാകാം, അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജൻ, അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റലൊക്കെ ആകാം. അത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും.
പിന്നെ കൺട്രോൾ റോഡ്സ്, ഞാൻ പറഞ്ഞു കാഡ്മിയം റോഡ്സ് അതിൽ ടോപ്പിൽ കാണുന്നത്, അത് വലിച്ചും പുറത്തേക്ക് വലിച്ചും അകത്തോട്ട് തള്ളിയുമാണ് റിയാക്ഷൻ നമ്മൾ നിയന്ത്രിക്കുന്നത്. Cadmium or boron rods are good absorber of neutrons and therefore used to control the fission reaction. By pushing in or pulling out the cadmium rods, we can control the reaction. By pushing in or pulling out, we can control the reaction. When we push out the rods, the reaction speed will increase. Atom bomb working is based on uncontrolled chain reaction. Atom bomb പ്രവർത്തനം അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനിലാണ്, ഫിഷൻ റിയാക്ഷൻ. അപ്പം അത്രയാണ് നമുക്ക് ഫിഷനെ കുറിച്ച് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇവിടെ അടുത്തതായിട്ട് പഠിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ്, അതായത് ഓപ്പോസിറ്റ് പ്രോസസ്സ്. ഫിഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് പ്രോസസ്സായിട്ട് ന്യൂക്ലിയർ ഫ്യൂഷനെ വിളിക്കാവുന്നതാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ്, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ അർത്ഥം, രണ്ട് യുണൈറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. The process of combining two lighter nuclei to form one heavy nucleus is called nuclear fusion. The process of combining lighter nuclei to form heavier nucleus is called nuclear fusion, and when this process happens, energy is released. For example, 3 deuteron nuclei, deuteron, that is heavy hydrogen nucleus. 3 deuteron nuclei, one is to fuse, 21.6 MeV energy is released, and the nucleus of helium 2H4 is produced. അതായത് ഈ 2 ന്യൂട്രോൺ കൂടി ചേർന്നാൽ ഒരു ഹീലിയം ഉണ്ടാകും, അല്ലെങ്കിൽ എനർജി ഉണ്ടാകും. അല്ലെങ്കിൽ 4 ഹൈഡ്രജൻ കൂടി ചേർന്നാൽ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകും, എനർജി ഉണ്ടാകും. അത്തരം റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. പക്ഷേ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ അത്ര സിമ്പിളൊന്നുമില്ല, പറയാൻ എളുപ്പമാണ്, പക്ഷെ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്യൂട്രോണിൻ്റെ ഫ്യൂഷനാണ്. ഇവിടെ 3 ഡ്യൂട്രോൺ നമ്മൾ കാണിച്ചിരിക്കുകയാണ്, 1s2 1s2 1s2. അപ്പോൾ അതിൽ നിന്ന് 2H4 ഉണ്ടാകും, ഒരു ഹൈഡ്രജൻ ഉണ്ടാകും, ഒരു ഹീലിയം ഉണ്ടാകും, ഒരു ഹൈഡ്രജൻ ഉണ്ടാകും, ഒരു ന്യൂട്രോൺ ഉണ്ടാകും, 21.6 MeV എനർജി ഉണ്ടാകും. ദിസ് ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ. In this process, a large amount of energy is released. The amount of energy is 21.6 MeV. So much energy is used in a single fusion reaction. If there are number of reactions, we can guess the production of energy. അപ്പോൾ ലൈറ്റർ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൺ സ്റ്റാർസ്, അവിടേക്ക് ഈ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ മൂലമാണ്. അപ്പോൾ ആ റിയാക്ഷൻ നമ്മളൊന്നുകൂടി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ ദിസ് പ്രോസസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. Nuclear fusion takes place at a very high temperature, approximately about 10⁻⁷ K, and at a very high pressure, 10⁻⁶ atmosphere. വളരെ കൂടിയ പ്രഷറിലും കൂടിയ ടെമ്പറേച്ചറിലുമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ഉയർന്ന ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷനെ നമ്മൾ തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയും. ഹൈഡ്രജൻ ബോംബ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ ഫ്യൂഷൻ. ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷനെ ആശ്രയിച്ചാണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷനെ ആശ്രയിച്ചാണ്. ഹൈഡ്രജൻ ബോംബിനെ ഫ്യൂഷൻ ബോംബ് എന്നാണ് പറയുന്നത്. ദ സോഴ്സ് ഓഫ് സൺസ് എനർജി ഓർ സ്റ്റാർസ് എനർജി ഈസ് ദ ന്യൂക്ലിയർ ഫ്യൂഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് സൺ ഓർ സ്റ്റാർസ്. സൂര്യൻ്റെ അല്ലെങ്കിൽ സ്റ്റാർസിലെ എനർജിയുടെ പ്രധാന സ്രോതസ് അല്ലെങ്കിൽ ഏക സ്രോതസ് ഈസ് ഈ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇനി എന്താണ് ഈ തെർമോന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്താണ് ഈ തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ തെർമോന്യൂക്ലിയർ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. യു സീ ദി paragraph written in blue letters. Reactions taking place. You have to write place. Reactions taking place, PLC, at enormously high temperature are called a thermonuclear reaction. Fusion is an example. You correct that word. Reactions taking place
At enormously high temperature are called thermonuclear reactions. Fusion is an example. The energy released during nuclear fusion is known as the thermonuclear energy. Energy produced in a thermonuclear reaction is called thermonuclear energy. Fusion is a thermonuclear reaction. Protons are needed for fusion while neutrons are needed for fission process. Protons അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസ് കൂടിച്ചേർന്നാണ് ഫ്യൂഷൻ സംഭവിക്കുന്നത്. നേരെ മറിച്ച് റിയാക്ഷൻ നടത്താൻ, ഫിഷൻ റിയാക്ഷൻ നടത്താനായിട്ട് ന്യൂട്രോൺസ് വേണം. അപ്പം ഇതിൽ ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓൾ ആർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതർ ഫോം ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ്. Explain nuclear fission with a suitable diagram, describe a nuclear reactor. ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റിയാക്ടറിൻ്റെ പടമൊക്കെ വരയ്ക്കാൻ പഠിക്കണം ശരിക്ക്. വാട്ട് ഈസ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഗീവ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ. നമ്മളൊരു പടം വരച്ചിട്ടുണ്ട് ആ ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ്റെ. അത് വരച്ച് പഠിക്കണം. ഇപ്പോൾ എക്സാമിനേഷൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഈ പടം തന്നിട്ട് യു മാർക്ക് ദി ഡിഫറൻറ്റ് ന്യൂക്ലിയൈ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. യു മാർക്ക് ന്യൂട്രോൺ, യു മാർക്ക് ഡിഫറൻറ്റ് ന്യൂക്ലിയൈ എക്സെട്ര എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ പടം വരയ്ക്കാൻ ചോദിക്കുക. അപ്പോൾ ആ പടം ഓർക്കുക. ചെയിൻ റിയാക്ഷൻ്റെ അടുത്ത വാട്ട് ആർ തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ്, എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. Some more questions we will see from this fission and fusion. That is all with your 68th lecture. We continue our class. Thank you very much.